വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആംസ് വ്ലോഗ്സിലോട്ട് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ എന്തായാലും മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്താണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്നുള്ളത്. അപ്പൊ അധികം നീട്ടി വലിക്കാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് ഇറക്കാം. എന്റെ പ്രൈവറ്റ് പാർട്സ് മാത്രം, എന്റെ യോനി ഭാഗം, ഈ വജൈന എന്തുകൊണ്ട് ഡാർക്കായി നിൽക്കുന്നു, എന്തുകൊണ്ട് എനിക്ക് മാത്രം അങ്ങനെ, ഈ ഒരു രീതിക്ക് മിക്ക ആൾക്കാർക്കും തോന്നിയിട്ടുള്ളതാവാം. അപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ ആയിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് സ്ഥിരമായിട്ടൊരു കമന്റ് വന്നിരുന്നു. ഒരു കുട്ടി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി വീഡിയോ ചെയ്യാവോ, അവിടുത്തെ ഡാർക്ക്നെസ് മാറാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാവോ എന്നുള്ളത്. അപ്പൊ ആ ടൈമിൽ എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. ഞാൻ കുറച്ച് ടൈം എടുത്തു ഒരു വീഡിയോ ചെയ്യാനായിട്ട്. അപ്പൊ ഇന്ന് ആ ഒരു കുട്ടിക്ക് മാത്രമല്ല, അതുപോലെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ അതുപോലെ ഡൗട്ട്സ് ഉള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് എല്ലാവർക്കും അറിയേണ്ടത്, നമ്മുടെ പ്രൈവറ്റ് പാർട്സ്, നമ്മുടെ യോനി ഭാഗമൊക്കെ ഡാർക്കനായിട്ടുള്ളത് ലൈറ്റനിങ് ചെയ്യാൻ പറ്റുമോ, അത് നോർമൽ കളറാക്കി എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റൂ കേട്ടോ, അതാണ് എന്റെ ആൻസർ വന്നിട്ട്. പക്ഷെ അത് ഈ ഒരു വീഡിയോ നിങ്ങൾ മൊത്തമായിട്ട് കാണുക, അത് എങ്ങനെയാ പറ്റുക, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ ഡാർക്കനാവാനുള്ള കാരണം എന്നുള്ളതും കൂടെ നമുക്ക് കേൾക്കാം. ഈ ഒരു വജൈനൽ പാർട്സ്, അങ്ങനെയുള്ള നമ്മളെല്ലാവരും യോനി ഭാഗം എന്നൊക്കെ പറയുന്നത് നമ്മുടെ പ്രൈവറ്റ് പാർട്സ് ഡാർക്ക് ആവാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഈ ഒരു പ്യൂബർട്ടി ടൈമിലൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുക. ആ ഒരു ഏജിലായിരിക്കും കൂടുതൽ പേർക്കും അതായിരിക്കും ഡൗട്ടും, എന്തുകൊണ്ട് എനിക്ക് മാത്രം വന്നു, എന്താ ഇങ്ങനെ ഡാർക്ക് ആവാൻ കാരണം, എന്തെങ്കിലും പ്രശ്നമാണോ, എനിക്ക് മാത്രമാണോ ഇങ്ങനെ 100 കൂട്ടം ചിന്തകളും അല്ലെങ്കിൽ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അത് നമുക്ക് എല്ലാവർക്കും എന്തായാലും തോന്നിയിട്ടുള്ളത് തന്നെ ആയിരിക്കാം. പക്ഷെ അങ്ങനെ തോന്നിക്കഴിഞ്ഞാല് അതൊരു പ്രശ്നമൊന്നുമില്ല. എല്ലാവർക്കും നോർമലായിട്ട് നമ്മുടെ ശരീരത്തിൽ ചേഞ്ചസ് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നുന്ന കാര്യം തന്നെയാണ്. പക്ഷെ അത് നോർമലായിട്ടുള്ള ഒരു കാര്യമാണ്. അവർ ഡാർക്കനാവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് മാത്രം വരുന്ന കാര്യമല്ല, മിക്ക ആൾക്കാർക്കും, മിക്ക എന്നല്ല നമ്മൾ ഇന്ത്യൻസിന് അധികം അങ്ങനെ തന്നെയാണ് കേട്ടോ. അത് നമ്മുടെ ശരീരത്തിന്റെ രീതി അങ്ങനെയാണ്, അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഫോറിനേഴ്സിനൊക്കെ അല്ലെങ്കിൽ അവരുടെ നമ്മുടെ പരസ്യത്തിലൊക്കെ ഉള്ള ഫോട്ടോസും അല്ലെങ്കിൽ അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അതിലുള്ള ആൾക്കാർക്കൊന്നും കുഴപ്പമില്ലല്ലോ, നല്ല ക്ലിയർ ആയിട്ടുള്ളതാണല്ലോ, ഒരേ സ്കിൻ ടോൺ ആണല്ലോ, ഒരു ഡാർക്ക്നെസ്സും ഇല്ലല്ലോ, അങ്ങനെ നിങ്ങൾ കരുതരുത്. അങ്ങനെ കരുതി കഴിഞ്ഞാൽ ശുദ്ധ മണ്ടത്തരം മാത്രമാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വജൈനൽ ഏരിയയിൽ ഡാർക്ക്നെസ് വരാൻ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്യൂബർട്ടി ടൈമിലാണ് നമുക്ക് കൂടുതലായിട്ട് ഈ ഒരു കളർ ഡിഫറൻസ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ മാറ്റം വരുന്ന ഒരു ടൈം. അത് നമ്മുടെ ഈ ഒരു കളർ ഡിഫറൻസ് മാത്രമല്ല, നമ്മുടെ ശരീരത്തിന് മൊത്തത്തിൽ നമുക്ക് മാറ്റങ്ങൾ വരുന്ന ഒരു ടൈമാണ് പ്യൂബർട്ടി ടൈം. ഈ ഒരു ടൈമിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സെക്സ് ഹോർമോൺസ് ഒക്കെ കൂടുന്ന ടൈമാണ്. ആ ഒരു ടൈം ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് ഈ ഒരു പ്യൂബർട്ടി ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ ഈ ഒരു ടൈമിൽ നമുക്ക് സെക്സ് ഹോർമോണൊക്കെ ഇൻക്രീസ് ആവുന്നതോടുകൂടെ നമ്മുടെ മെലാനിന്റെ അളവും കൂടെ കൂടുന്നുണ്ട്. അതിന്റെ അളവ് ഒരുപാടായിട്ട് കൂടുകയും ഇത് നമുക്ക് അധികം ഇതുപോലെയുള്ള നമ്മുടെ നിപ്പിൾ ഏരിയ അല്ലെങ്കിൽ ഈ ഒരു പ്രൈവറ്റ് പാർട്സിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് അടിഞ്ഞുകൂടുക. അതുകൊണ്ടാണ് നമ്മുടെ ഒരു നിപ്പിൾ പോർഷൻസിലായാലും അതുപോലെ നമ്മുടെ പ്രൈവറ്റ് പാർട്സിലൊക്കെ ആയിട്ട് ഡാർക്ക് ആയിട്ട് തോന്നാൻ കാരണം. നമ്മുടെ നോർമൽ സ്കിൻ ടോണിനേക്കാൾ ഒരു 2 ഷെയ്ഡൊക്കെ ഒരു ഡാർക്ക്നെസ് വരാനായിട്ടുള്ള റീസൺ അതുകൊണ്ടാണ്. അത് തികച്ചും നോർമൽ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. അതല്ലാതെ നമുക്ക് വൃത്തിയില്ലാഞ്ഞിട്ടോ, നമ്മൾ മര്യാദയ്ക്ക് തേച്ച് കുളിക്കാഞ്ഞിട്ടോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ കൊണ്ട് മാത്രമോ, അങ്ങനെ നമ്മുടെ ഒരു പ്രശ്നം കൊണ്ട് മാത്രമല്ല, അത് നോർമലായിട്ട് വരുന്നതാണ്. പിന്നെ വന്നിട്ടുള്ളതാണ് നമ്മുടെ പ്രഗ്നൻസി പീരീഡ്. ആ ഒരു ടൈമിലും നമുക്ക് ഇതുപോലെ തന്നെ ഒരുപാട് നമുക്ക് ഹോർമോണൽ ചേഞ്ചസ് നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. ആഫ്റ്റർ ഡെലിവറി ആയി കഴിഞ്ഞാലും നിങ്ങൾക്കറിയാം, ഒരുപാട് സ്ത്രീകളിലൊക്കെ കഴുത്തിന് ചുറ്റും കറുപ്പ്, മുഖത്തൊക്കെ നന്നായിട്ട് പിഗ്മെന്റേഷൻ, നമ്മുടെ ഈ മൗത്തിന്റെ ഏരിയയിൽ ഇതുപോലൊക്കെ നമുക്ക് നന്നായിട്ട് പിഗ്മെന്റേഷനും ഡാർക്ക് കളറിലൊക്കെ വരാം. ഇതൊക്കെ ഈ ഒരു ഹോർമോണൽ ചേഞ്ചിന്റെ ഭാഗമായിട്ടാണ്. അത് ബാക്ക് ടു നോർമൽ ആവും. ചിലവർക്ക് കുറച്ച് ടൈം എടുക്കും, ചിലവർക്ക് റെഡി ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതൊക്കെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമായിട്ടാണ്. അപ്പൊ ഇതുണ്ടെന്ന് കരുതി നിങ്ങൾ ഒരിക്കലും വെറീഡ് ആവേണ്ട കാര്യമില്ല. പലർക്കും അതുപോലെ ചിന്തിക്കുന്നത്, കല്യാണമൊക്കെ ആവുമ്പോൾ ടൈമില് പാർട്ട്ണർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എനിക്ക് മാത്രമാണോ ഇങ്ങനെ, ഇത് വൃത്തിയില്ലാഞ്ഞിട്ടാണോ ഇങ്ങനെ, അങ്ങനെ പല ചിന്തകളുണ്ടായിരിക്കും. പക്ഷെ അതങ്ങനെയല്ല, നിങ്ങൾ അങ്ങനെയല്ല കരുതേണ്ടത്. അത് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ എല്ലാവരും അതൊന്നും അങ്ങനെ സംസാരിക്കുന്നില്ല, അത് ചോദിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് വല്ല ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മൾ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അവിടെ ഡാർക്ക് ആയതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഓയിൽമെന്റും കാര്യങ്ങളും തരുന്നതാണ് കേട്ടോ. അതായത് നമ്മുടെ പ്രൈവറ്റ് പാർട്സ് എപ്പോഴും നമ്മൾ പല കാരണങ്ങൾ കൊണ്ട് ഇൻഫെക്ഷൻസ് വരാനൊക്കെ ഹൈലി ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. കാരണം നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള ഇന്നേഴ്സും കാര്യങ്ങളും യൂസ് ചെയ്യുമ്പോൾ, വേനൽക്കാലമൊക്കെ ആയി വരുമ്പോൾ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും അവിടെ അധികമായിട്ട് നനവ് നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ട് ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് വരാൻ ചാൻസ് ആണ്. അപ്പൊ നമുക്ക് അവിടെ ഭയങ്കര, അവിടുത്തെ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട്
സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഭയങ്കരമായിട്ട് എന്താ പറയാ, ചെറിയൊരു ഹാർഷൊക്കെ ആയാൽ മതിയായിരിക്കും, നന്നായിട്ട് കളർ അവിടെ ഡിഫറെന്റ് ആവും. അപ്പൊ അങ്ങനെ ചൊറിച്ചിലും കാര്യങ്ങളും അതുപോലെ ഇൻഫെക്ഷൻസ് എന്തെങ്കിലും വന്നിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്ത് എന്തെങ്കിലും ഓയിൽമെന്റ്സോ ക്രീംസോ ഒക്കെ കിട്ടാവുന്നതാണ് കേട്ടോ. അതല്ല ഇതിനിപ്പോ കളർ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി നല്ല പിങ്ക് കളറിലാവണം, നല്ല വൈറ്റ് കളറിലാവണം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഒരു നോർമലായിട്ട് പൊതുവെ ആർക്കും അങ്ങനെ അല്ല. നിങ്ങൾ മിക്ക ആൾക്കാരുടെയും പ്രശ്നം നമ്മൾ ഫിലിം സ്റ്റാർസ് അവരുടെയൊക്കെ പോലെ ആവുമല്ലോ, അവരുടെ തൈസ് ഒന്നും കളർ ഇല്ലല്ലോ, അങ്ങനെയൊക്കെയോ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവുക. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ തൈസ് അതായത് ഭാഗത്തും കളർ വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. ഈ ഒരു ചാൻസും നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള ലെഗിൻസ്, ജീൻസ് കാര്യങ്ങളൊക്കെ ഇടുക. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ പോലും നമ്മുടെ തൈസ് തമ്മിൽ നന്നായിട്ട് ഒരു ഇങ്ങനെ ഓരോതും നമ്മൾ നടക്കുന്ന ടൈമിൽ നന്നായിട്ട് ഒരതാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ടല്ലോ. അതുപോലെ നമ്മുടെ സ്കിന്നും നമ്മൾ യൂസ് ചെയ്യുന്ന ഇന്നറോ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പാൻസും തമ്മിലൊക്കെ നന്നായിട്ട് ഫ്രിക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ഫ്രിക്ഷൻ വരുന്നതുകൊണ്ടാണ് അവിടുത്തെ സ്കിന്നും ഡാർക്കനായി മാറുന്നത്. അതൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. ഇനി നിങ്ങളുടെ ഡൗട്ട് ഇതിനുള്ള ട്രീറ്റ്മെന്റ് ഇതെന്താ നാച്ചുറൽ ആയിട്ട് തന്നെ നമുക്ക് ഇനി റെമഡി ഉണ്ടോന്നാണ്. നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും എന്ത് ഇൻഗ്രീഡിയന്റ് ആയാലും അധികമൊന്നും നമ്മുടെ പ്രൈവറ്റ് പാർട്സിൽ യൂസ് ചെയ്യുന്ന അത്ര നല്ലതല്ല. അത് കാരണം നമ്മുടെ വജനേന്റെ ഉള്ളിലൊക്കെ ആയി എന്തെങ്കിലും പ്രോബ്ലം ആയി കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ പ്രശ്നമാവുകയാണ് ചെയ്യുക കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത് കോമൺ ആയിട്ട് എടുക്കുക. ഇത് എനിക്ക് മാത്രം, അത് എല്ലാവർക്കും ഇങ്ങനെയാണെന്നുള്ള കോമൺ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറ്റുക. അതായത് നമ്മുടെ വിരലിന്റെ ഇവിടെയൊക്കെ ചുളിവല്ലേ, ഇത് എന്റെ കയ്യിൽ നിന്ന് മാത്രം എന്താ ഇങ്ങനെ ചുളിവ്, അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. കാരണം അതങ്ങനെയാണ്, ആ ഒരു ഭാഗം അങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു പിഗ്മെന്റേഷൻ ഡാർക്ക്നെസിന്റെ കാര്യം കേട്ടോ. ഇനി ഇതിനുള്ള പരിഹാരമാണ് നമുക്ക് എല്ലാവർക്കും അറിയേണ്ടത്. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇതാണ് അറിയേണ്ടത്. പരിഹാരം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈറ്റനിങ് ആക്കാനുള്ള പരിഹാരം ഉണ്ട്. അതായത് നമുക്ക് ബ്ലീച്ച് ചെയ്യാം, പീലിംഗ് ചെയ്യാം, ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യാം. ഇതെല്ലാം നമുക്ക് ചെയ്താൽ നമുക്ക് ഒന്നും കൂടെ ലൈറ്റർ ആക്കി എടുക്കാൻ പറ്റും. പക്ഷെ ഇത് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്. അത് മാത്രമല്ല, ഇത് ഡോക്ടേഴ്സിന് നിങ്ങൾ പോയി കൺസൾട്ട് ചെയ്ത് ചെയ്യണമെന്ന് പറഞ്ഞാലും എന്തിനാണെന്നേ ഡോക്ടറും ചോദിക്കുകയുള്ളൂ. കാരണം അതൊക്കെ നോർമൽ ആയിട്ടുള്ള കാര്യമാണെന്ന് ഡോക്ടേഴ്സിനും അറിയാം. അപ്പൊ അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്കത് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളത്. പക്ഷെ നോർമലി അത് എനിക്ക് പറയാനുള്ളത് അത് എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ്. അതൊരു പ്രോബ്ലമോ അത് ഒരാൾക്ക് മാത്രം വിടുന്ന ഒരു അത്യപൂർവ കാര്യമൊന്നും അല്ല കേട്ടോ. സോ നിങ്ങൾ ടീനേജേഴ്സിനൊക്കെ ആയിരിക്കും അധികമായിട്ടും ഈ ഒരു തോട്ട് വരുന്ന ടൈം അല്ലെങ്കിൽ തോട്ട് വരാൻ ചാൻസ് ഉള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമായിട്ട് എടുക്കുക, അതിനെപ്പറ്റി വറീഡ് ആവാണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു കാര്യത്തിനെ പറ്റി നമ്മുടെ വജൈനൽ ഡാർക്ക് അല്ലെങ്കിൽ വജൈനൽ ഏരിയ എങ്ങനെ പിങ്ക് ആക്കി എടുക്കുക എന്നുള്ള നിങ്ങളുടെ ഡൗട്ടിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. എന്തായാലും തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.